ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്ന് നമ്മൾ ഓണം സീരീസിലെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഞാൻ രണ്ടാഴ്ചയായിട്ട് ഒരു സംഭവം ട്രൈ ചെയ്യുന്നുണ്ട്. PR ആയിട്ട് വന്നതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ നല്ല അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. സ്കിന്നിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനും അതേപോലെ അൺഈവനായിട്ടുള്ള സ്കിൻ ടോണാണ്. അതേപോലെ ഭയങ്കരമായിട്ട് ആക്നെ പ്രോൺ സ്കിന്നാണ്. എൻലാർജ്ഡ് പോർസ് ഉള്ളവരാണ്. ഡൾനെസ്സും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സംഭവം ഇതാണ്. ഫസ്റ്റ് നേച്ചർ ഡെർമയുടെ 3% AHA BHA എക്സ്ഫോളിയേറ്റിംഗ് ഫോമിംഗ് ക്ലെൻസർ. ഇതൊരു ഫേസ് വാഷാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കിൻ കെയർ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഇവരെനിക്ക് PR ആയിട്ട് തന്നതാണ് ഈ ഒരു പ്രൊഡക്ട്സൊക്കെ. പക്ഷേ യൂസ് ചെയ്തിട്ട് എനിക്ക് സൂപ്പറായിട്ട് തോന്നി. ഫസ്റ്റിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. ഇതിലും കണ്ടൻറ്റൊക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ അറിയാം. പേരിൽ 3% AHA BHA എക്സ്ഫോളിയേറ്റിംഗ് ഫോമിംഗ് ക്ലെൻസറാണ്. ഇത് നമുക്ക് ഡൾനെസ് ഉള്ളവർക്ക്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക്, ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക്, അതേപോലെ എൻലാർജ്ഡ് പോർസൊക്കെ ഉള്ളവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. സൂപ്പറാണ് കേട്ടോ. ഇതിൽ കണ്ടന്റ് നിങ്ങൾ വായിച്ചില്ലേ? അത്രയ്ക്കും നല്ല രീതിയിൽ സ്കിന്നിനെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. സ്കിന്ന് നല്ല രീതിയിൽ സ്ട്രെങ്തേൺ ചെയ്യും. നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. മുഖക്കുരു ഉള്ളവർക്കൊക്കെ സൂപ്പറാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ കുറച്ചായിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, മുഖത്ത് എന്താണെന്നറിയില്ല തരിതരി പോലെ നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഹോർമോണൽ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എനിക്ക് തലയിൽ താരനുള്ളത് കൊണ്ടായിരിക്കാം. താരൻ ഞാൻ കളഞ്ഞു വിട്ടേ നന്നായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഷാമ്പൂവിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ല. ഞാനൊരു മെഡിസിനൽ ഷാമ്പൂ യൂസ് ചെയ്തു. സൂപ്പറാണ് കേട്ടോ അത്. അപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് താരൻ കാരണമായിരിക്കില്ല, ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മുഖക്കുരു ഇപ്പോഴായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 30+ ഏജൊക്കെ ആയി കഴിയുമ്പോൾ ചിലർക്ക് ഉണ്ടാവില്ലേ ഹോർമോണൽ ഇഷ്യൂസൊക്കെ. അപ്പം അങ്ങനെ മുഖക്കുരുവൊക്കെ നന്നായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വന്നത്, പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഫീൽ ചെയ്ത്, ഫേസ് നല്ല രീതിയിൽ ഒന്ന് സൂപ്പറായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഈ ഒരു പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആ ഫേസ് വാഷ് ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി. അപ്പോൾ നമ്മുടെ കണ്ണ് ചുണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതിലോട്ടൊന്നും പോവാണ്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ ഈ പറഞ്ഞ പോലെ AHA BHA എക്സ്ഫോളിയേറ്റിംഗ് സംഭവമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. നന്നായിട്ട് സ്കിന്നെ എന്താ പറയുക ക്ലീൻ ആക്കി തരും കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യണത് ഇവരുടെ തന്നെ ഒരു സിറാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിൽ ഒരു AHA BHA എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റൺ ചെയ്യാനും ഗ്ലോയിങ് ചെയ്യാനൊക്കെ സഹായിക്കും നമ്മുടെ AHA. BHA ഇതിട്ടുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്ലെമിഷസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ ആക്നീസ് ഒക്കെ നല്ല രീതിയിൽ വരാതിരിക്കാനും സ്കിന്നിൻ്റെ ഒരു ലെയർ തന്നെ നല്ലൊരു എന്താ പറയുക ഹെൽത്തിയർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് മെയിനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെയാണ് നമ്മുടെ എങ്കിൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കിൻ കെയർ ഐറ്റംസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ സിറം. ഇതാണ് നേച്ചർ ഡെർമയുടെ സിറം വരുന്നത്. ഇതിലാണെങ്കിൽ 10% നയാസിനമയുടെ അതേപോലെ തന്നെ സിങ്ക് സിറാണ് കേട്ടോ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈവൻ ടോൺഡ് ആയിട്ടുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള നന്നായിട്ട് സ്ട്രെങ്തൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നയാസിനമൈഡിൻ്റെ സിറംസ് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തിയർ ആയിട്ട് വെക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് പ്ലംബായിട്ട് നല്ല സൂപ്പറായിട്ട് വെക്കും കേട്ടോ. സപ്ലൈഡൊക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നയാസിനമൈഡ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ സിങ്ക് കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഡള്ളായിട്ടുള്ള സ്കിന്നാണ്, ടെക്സ്ചറൽ ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഉള്ള സ്കിന്നാണ്, അൺഈവൻ സ്കിൻ ടോണാണ്, ബ്ലെമിഷസ് പ്രോൺ സ്കിന്നാണ്. അതേപോലെ നമുക്ക് പോർസൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ ഒരു സിറം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നയാസിനമൈഡും സിങ്കും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പോർസൊക്കെ നല്ല രീതിയിൽ റിഡക്റ്റ് ചെയ്യും. എന്താ പറയുക ഡാർക്ക് സ്പോട്ടൊക്കെ ഫെയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യും. മോർണിംഗ് നൈറ്റ് ടൈം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത് മുഖക്കുരുവുള്ള ആൾക്കാർക്ക്, പോർസൊക്കെ ഉള്ള ആൾക്കാർ, ബ്ലെമിഷസ് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഇതെന്താ പറയുക സൂപ്പറായിട്ട് വർക്കിംഗ് ഉള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. അതായത് ജസ്റ്റ് നമ്മളൊരു 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫീൽ ആയിരിക്കും സ്കിന്നിൽ കേട്ടോ. സ്കിന്ന് നല്ല രീതിയിൽ റിപ്പയർ ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കിൻ കെയർ ഐറ്റമാണ് ഈ ഒരു നേച്ചർ ഡെർമയുടെ ഈ 3 ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതാ ഫേസിലും നമ്മുടെ സിറം അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് ഒന്ന് അബ്സോർബ് ആകാനായിട്ട് കുറച്ച് ടൈമൊക്കെ കൊടുത്തു. 2 മിനിറ്റൊക്കെ നന്നായിട്ട് നമ്മൾ എല്ലാ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി
ഇവരുടെ തന്നെ മോയ്സ്ചറൈസറും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നേച്ചർ ഡെർമയുടെ 1% നാച്ചുറൽ ബയോം ബൂസ്റ്റ് മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ നൗറിഷ് ചെയ്യുക, സ്ട്രെങ്തൺ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു എന്താ പറയുക ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ, സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലെമിഷസും ഡിസ്കളറേഷനും അതേപോലെ അൺഇവൻ സ്കിൻ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഈ 3 പ്രൊഡക്ട്സ് ആണ് എനിക്ക് ഇതിൽ PR കിട്ടിയത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഓർത്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, കൊള്ളാം, സംഭവം കൊള്ളാമെന്ന്. അപ്പം നമ്മൾ ഇതുവരെയായിട്ട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. ഫേസും നല്ല രീതിയിലൊന്നും കഴുകാതെ അല്ലെങ്കിൽ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് സ്കിന്നിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് 10-20 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഫേസ് അയ്യോ പ്രായമായി, മുഖത്ത് ചുളിവുകൾ വന്ന് അല്ലെങ്കിൽ കരിവാളിച്ച് ഒരു കോലം കെട്ടെന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. വീട്ടിൽ നമുക്ക് ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചായിട്ടാണ് കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സൂപ്പറാണ് കേട്ടോ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഫേസ് വാഷ്, പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് അനുസരിച്ചിട്ടുള്ള ഒരു സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മൂന്നുമാണ് മെയിനായിട്ട്. അപ്പോൾ സിറം നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് 3 മസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കി തരും. അപ്പോൾ ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ സൂപ്പറാണ് കേട്ടോ. നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. സ്കിന്ന് നല്ല ഒരു ഹെൽത്തിയർ ആക്കിയിട്ട് ഫീൽ ചെയ്യും. അത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് സ്കിന്നെ നല്ല സോഫ്റ്റും സപ്പിളാക്കി വെക്കി തരും കേട്ടോ. ഞാനിത് കുറച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലും നെക്കിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് മോർണിംഗ് ടൈമും നൈറ്റ് ടൈമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി മെയിൻ പറയുകയാണെങ്കിൽ ഇത് പാരബൻ, സിലിക്കോണൊന്നും ഇല്ലാത്ത, സൾഫേറ്റ് ഒന്നും ഇല്ലാത്ത, എന്താ ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഇതിനുണ്ടെങ്കിൽ ക്രൂവൽറ്റി ഫ്രീ ആണ്, 100% വേഗനാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ കോംബോയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ മുഖക്കുരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും അയ്യോ എൻ്റെ മുഖം കോലം കെട്ട്, മുഖക്കുരു നിറഞ്ഞ്, മുഖക്കുരു വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് തന്നെ ഫേസിൽ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ജസ്റ്റ് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇറിറ്റേഷനോ ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഫേസിൽ ഇട്ടാൽ മതി. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്താ പറയുക ചില പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. മുഖത്ത് ഉണ്ടാകുന്ന കരിവാളിപ്പും കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും മുഖക്കുരുവും പോഴ്സും പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യാം കേട്ടോ.